ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വളരെ സാമൂഹ്യ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഞാനിന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, തൊഴിലന്വേഷിച്ച് ധാരാളം ആളുകൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നുണ്ട്. അപ്പം ഇതിലൂടെ ഒരു പ്രതിസന്ധി ഊരിത്തിരിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി 4-5 വർഷം കഴിയുമ്പോഴേക്കും എല്ലാവരും PR ഒക്കെ സംഘടിപ്പിച്ച് വിവാഹം കഴിച്ച് അങ്ങോട്ട് പോകും. അവിടെ പോയി അവിടുത്തെ PR ഒക്കെ കിട്ടി സെറ്റിലായി ഒരു വീടൊക്കെ മേടിച്ച് താമസിക്കും. മിക്കവാറും ഇവിടെ കേരളത്തിലെ നാട്ടിലെ അപ്പനും അമ്മയും മാത്രമേ ഉണ്ടായിരിക്കൂ. അപ്പം അപ്പനും അമ്മയ്ക്കും ഉണ്ടാകുന്നൊരു ഒറ്റപ്പിടിയിൽ മക്കളടുത്തില്ല എന്നുള്ളൊരു പ്രതിസന്ധി. അപ്പോൾ മക്കൾ സ്വാഭാവികമായിട്ടൊരു ഓപ്ഷൻ വെക്കും, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വന്ന് ഇവിടെ താമസിച്ചുകൂടെ എന്നുള്ളത് സംബന്ധിച്ച്. ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ആ പകിട്ട്, പളവളപ്പ്, ഇതെല്ലാം ഒരുപക്ഷെ അവർ മാതാപിതാക്കളെ കാണിച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് പോയി താമസിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം ഉണ്ടാവും. തന്നെയുള്ള മക്കൾ ചിലപ്പോൾ നല്ല ഓഫറുകളും കൊടുക്കും. അമ്മയ്ക്ക് അവിടെ സുഖമായിട്ട് അല്ലെങ്കിൽ അച്ഛനവിടെ സുഖമായിട്ട് കഴിയാമല്ലോ, എന്തിനാ അവിടെ കണ്ട് കഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പ്രലോഭിപ്പിച്ച് അവരെ കൊണ്ടുപോകും. ചില വ്യക്തികളെ സംബന്ധിച്ച് ഇവിടെ നാട്ടിലുള്ള സ്വത്തുക്കളെ മുഴുവൻ വിപ്പിച്ചിട്ട് കൊണ്ടുപോകും. ഇനിയിപ്പോൾ തിരിച്ചു വേണ്ട ആവശ്യമില്ല, ശേഷിച്ചാൽ അവിടെ കഴിയാമെന്നൊക്കെ സംബന്ധിച്ച്. ഇതിനകത്ത് പരിഹരിക്കുന്ന 1-2 സംഗതികൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വെച്ചാൽ, പോയ പല ആളുകളും അവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ലാംഗ്വേജ് അറിയില്ല, ഭാഷ അറിയില്ല, അവിടെ മലയാളം മാത്രം സംസാരിക്കാൻ അറിയാം. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു ഭാഷ സംസാരിക്കാൻ അറിയത്തില്ല, പുറത്തിറങ്ങാൻ നിർവാഹമില്ല. മക്കൾ ഒരുപക്ഷെ മകനും മകൻ്റെ ഭാര്യയും ജോലിക്ക് പോവും, അവർ ഏതെങ്കിലും സമയത്ത് വൈകുന്നേരം തിരിച്ചു വരും. ഇവർ ഒറ്റപ്പെട്ട് ഒരാളുകളുമായിട്ട് സംസർഗമില്ലാതെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് മാത്രം അവിടെ ഇരിക്കേണ്ട സാഹചര്യം വരും. ഇവിടെ ആകുമ്പോൾ അവർക്ക് പരിചിതമായ ചുറ്റുപാടാണ്, ഇറങ്ങി നടക്കാം, പരിചയക്കാരെ കാണാം, വർത്തമാനം പറയാൻ, അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ ഉണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ ചെന്ന് ഒരു വീടിനുള്ളിൽ തന്നെ, ഒരു മുറിക്കുള്ളിൽ തന്നെ ഒതുങ്ങി കഴിയുന്നൊരു സാഹചര്യം വീർപ്പ് മുട്ടിക്കുന്നതാണ്. കാരണം അങ്ങനെ പോയ പല ആളുകളും പിന്നീട് തിരിച്ചു വന്നിട്ട് ഇനി ആ ഒരിക്കലും അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ള തീരുമാനത്തിലെത്തി വന്നിട്ടുണ്ട്. 1-2 വർഷം താമസിച്ചതിന് ശേഷം. തന്നെ ഈ മാതാപിതാക്കളിൽ പല ആളുകൾക്ക് സ്വന്തമായിട്ട് പിന്നെ റിട്ടേൺ പോരാൻ അറിയത്തില്ല, മക്കളുടെ സഹായം വേണം. അപ്പോൾ അടുത്ത കൊല്ലം പോകാം, അല്ലെങ്കിൽ അടുത്തിന് പിന്നത്തെ കൊല്ലം പോകാമെന്നൊക്കെ പറഞ്ഞ് അവരവിടെ പിടിച്ചു നിർത്തും. ഇവരെത്രത്തോളം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതൊന്നും അവരായി ചിന്തിക്കുന്നില്ല. വിശേഷിച്ച് വാർദ്ധക്യത്തിൻ്റെതായിട്ടുള്ള ചില പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊന്ന് അവരുടെ കൂട്ടുകാരോടൊത്തൊന്നും സമയം ചെലവഴിക്കാനോ മനസ്സ് തുറക്കാനോ ഒന്നുള്ള അവസരങ്ങളില്ല, ഇറങ്ങി നടക്കാനുള്ള അവസരങ്ങളില്ല, ഒരു മുറിക്കുള്ളിൽ തന്നെ കഴിയേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ പരിസരത്ത് മാത്രം കഴിയേണ്ട ഒരു സാഹചര്യം. ഇതൊക്കെ ഒത്തിരി വിഷമമുള്ള സംഗതികളാണ്. അതുകൊണ്ട് വന്ന ആളുകൾ മിക്കവാറും തിരിച്ച് പോകാറില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട് മാതാപിതാക്കളെ. എന്നാൽ സ്ഥലം വിറ്റിട്ട് പോകുന്ന വ്യക്തികളെ സംബന്ധിച്ച് വേറെ മാർഗ്ഗങ്ങളില്ല, അപ്പോൾ അവരുടെ കുടുങ്ങിപ്പോവല്ലേ ചെയ്യുന്നത്. ഇനിയും വേറൊരു പ്രതിസന്ധിയിലത്തുള്ളതെന്ന് വെച്ചാൽ, പലപ്പോഴും ഇങ്ങനെ പോകുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഈ മക്കൾ അവിടെ ചെന്നിട്ട് അവർ ഭാര്യയും ഭർത്താവുമായിരിക്കും, അവർക്ക് കുട്ടികളുണ്ടാവും. അപ്പോൾ ഒരു കുട്ടികളുടെ സംരക്ഷണാർത്ഥം പലപ്പോഴും കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരങ്ങനെ തന്ത്രം പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ അവിടെ പോയിട്ട് കുട്ടികളെ അവർ നോക്കുക, അവിടുത്തെ ഒരു കൾച്ചറിൽ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. ഇനി കുട്ടികളും കുറേയൊക്കെ അറിവായി വരുന്നതല്ലേ, അവർക്ക് അവിടുത്തെ ഒരു കൾച്ചറോട് ബന്ധപ്പെട്ടാണല്ലോ അവർ വളർന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒത്തിരി വർക്ക് പറയുകയോ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ പോലീസ് വരുന്ന സാഹചര്യം പോലും അവിടെ പലയിടത്തും ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഒരു ഡിസിപ്ലിൻ അല്ല അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റേതായ പ്രതിസന്ധികളുണ്ട്. അപ്പോൾ വളരെ നോക്കിയും കണ്ടും വേണം കാര്യങ്ങൾ ചെയ്യാനായി അവിടെ. പിന്നെ പലപ്പോഴും അവിടെ ഒരു വേലക്കാരെയൊക്കെ നിർത്തുകയാണെങ്കിൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആവും. അതിന് പകരമായിട്ട് അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവരുടെ വേലക്കാർക്ക് പകരമായിട്ട് ഉപയോഗിക്കാമല്ലോ എന്നായിരിക്കും മക്കളുടെ ചിന്ത. അങ്ങനെ ചിന്തിക്കുന്ന മക്കളും ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ പൈസ മുടക്കണ്ടല്ലോ, അതാണ് കാണുന്നത്. തങ്ങളുടെ വീട്ടുപടി എല്ലാം ഭംഗിയായിട്ട് ചെയ്യും. വേലക്കാരാകുമ്പം അവിടുത്തെ രാജ്യത്തിൻ്റെ നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ വെച്ച് ഒരുപക്ഷെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പ്രൊട്ടക്ഷനുണ്ട്, തൊഴിൽ പ്രൊട്ടക്ഷനുണ്ട് അവർക്ക്. അപ്പോൾ തോന്നിയ പോലെ ഒരു വഴക്ക് പറയാനോ അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാതിരിക്കാനോ അതൊന്നും പറ്റത്തില്ല. തന്നെയല്ല അവർ ടൈം വെച്ചിട്ടുള്ള സമയങ്ങളിലേക്കാണ്. ഇതാണെങ്കിൽ അതൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ലാഭങ്ങൾ കാണുകയും മാതാപിതാക്കളെ ചൂഷണം ചെയ്യാൻ തക്കണം
ഉള്ള ചിന്ത മക്കളിൽ വരും. ഇത് പറയാൻ കാരണം ചൂഷണം ചെയ്ത് പറയാൻ കാരണമുണ്ട്. കാരണം മുൻകാലങ്ങളിലുള്ള ആ ഫാമിലി ബോണ്ടോ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളോ അച്ഛനും അമ്മ എന്നുള്ള കാഴ്ചപ്പാടൊന്നും ഇപ്പോൾ ഇല്ലല്ലോ, ആളുകൾക്കില്ല. ആ സ്നേഹമൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരതിനെ ഉപയോഗിക്കുന്നത് ഒരു വേലക്കാർക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നു. അവർ മാനസികമായിട്ട് മുഴുവൻ തകർന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് അച്ഛനും അമ്മൻ്റെ ആ വിഷമമോ കാര്യങ്ങളോ ഇതൊന്നും മക്കൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് ആ തരത്തിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നവർ അനേകം ആളുകൾ ഇപ്പോൾ തന്നെ ഉണ്ടാവും. ഒരു പക്ഷേ ഇതിൻ്റെ എല്ലാ സിറ്റുവേഷനെയൊന്നും സ്നേഹപൂർവ്വം വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. മക്കളുടെ പ്രിയവും സ്നേഹമൊക്കെ നല്ലതാണ്. പക്ഷേ തങ്ങളുടെ ജീവിതം അവിടെ പോയി മെഴുകുതിരി പോലെ ഹോമിക്കപ്പെടരുത് എന്നുള്ള സംഭവമാണ് പറഞ്ഞത്. എന്താ പറയുന്നത് വെച്ചാൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. എനിക്കങ്ങനെ അനുഭവമില്ല, പക്ഷേ നമ്മുടെ ചുറ്റുപാട് നിരീക്ഷിക്കുമ്പോൾ നമുക്കതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പിന്നെ അവരിൽ നിന്നും കേട്ട കാര്യങ്ങളുടെ അനുഭവത്തിലാണ് ഞാൻ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങൾ പ്രദാനം ചെയ്തുവെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ഇതുപോലെ ആനുകാലികമായിട്ടുള്ള മറ്റൊരു സംഭവമായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു വിഷയമായിട്ട് നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.